ഹായ് ഡിയേഴ്സ്, ലാമീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ വരുന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടുക്കിയിലാണ്. കുറച്ച് 2 മിനിറ്റ് മുന്നേ വിളിച്ചിട്ടുള്ളൂ. വിളിച്ചപ്പോൾ കൂടി പറഞ്ഞിട്ടില്ല എന്താണ് അവരുടെ റിയാക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ചെന്നിട്ട് അവരുടെ റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. വണ്ടി നിർത്തിയാൽ അറിയും. മെല്ലെ നിർത്തിയാൽ മതി. എങ്ങനെ നിർത്താനാ? അപ്പോൾ ഞങ്ങളങ്ങനെ പെങ്ങളെടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ പെങ്ങളെ മോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ഞങ്ങളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവനെയും കൂട്ടി വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് കയറുമ്പോൾ വാതിലൊക്കെ ചാരി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ. അവരിപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും വല്ല പോയി നോക്കാം. അവർക്ക് ഏകദേശം ചിലപ്പോൾ ഒരു സംശയമൊക്കെ ഉണ്ടാവും കേട്ടോ. കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വരും എന്നുള്ളത്. പക്ഷെ വിളിച്ചപ്പോൾ വരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടോ. നാത്തുവിനിതാ മകളിതാ അളിയനെ ആദ്യം കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടോ. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കി ഒരു 8-9 മണിയായപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലടിക്കും കേട്ടോ. അപ്പോൾ വെയിലടിച്ചപ്പോൾ ഈ ഒരു ചെടി ഏതോ എണ്ണ കാച്ചുന്നതിലൊക്കെ ഇടുന്ന കേട്ടോ പറഞ്ഞത്. എന്താ പേരെന്നറിയില്ല. അപ്പോൾ വെയിലടിച്ചപ്പോൾ ഞാൻ എന്തായി അലക്കിയതൊക്കെ കൊണ്ടുവന്ന് നേരെ വേല വിരിച്ചിട്ട് കേട്ടോ. വെയിലായ നല്ല വെയിലാണ്. അതുപോലെ തണുപ്പത്ത് നല്ല തണുപ്പാണ് കേട്ടോ. വെയിലിൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാലാവസ്ഥ പിടിച്ചിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ നമ്മൾ 10 മണിയൊക്കെ വിരിഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ബോട്ടിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ഏലത്തിന് മരുന്നടിക്കുന്നതിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടുന്ന കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. രാവിലെ കേൾക്കുള്ള ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ട്. കല്യാണത്തിന് പോകണം. പെരിയാർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം വരുന്നത്. അപ്പോൾ എന്തായാലും കല്യാണത്തിനൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ പിന്നാലൊക്കെ കലക്കി വിരിച്ചിട്ടു ഇനി പോയിട്ട് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ മോനിതാ ഒരു കമ്പും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവൻ മേലെ റോട്ടിൽ കളിക്കുമായിരുന്നു. നമ്മളടുത്ത പോലെ റോട്ടിൽ എപ്പോഴും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞങ്ങളെ ഇവിടുത്തെ ഒരു അങ്ങാണ് കേട്ടോ. ജിംറോട്ടിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും കണ്ടിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇരിപ്പാട്ടോ ആള്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് കിച്ചണിൽ പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളെ വെള്ള കടല കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചായ ചപ്പാത്തി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. എല്ലാം നാത്തൂനായിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ റെസ്റ്റ് എടുത്ത് പോയിട്ട്. അപ്പോൾ നമ്മളെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിയാണ്. ഞങ്ങളെ വണ്ടിയാണ് ഇട്ടത്. അപ്പോൾ രാത്രി വന്നപ്പോൾ അതുപോലെ ബെഡ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ബെഡൊക്കെ കാറ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിൽ ഡിക്കിയിലോട്ട് വെക്കാം. അതുപോലെ തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പോയി ചായ കുടിക്കാം. ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യം നാത്തൂനും ഉള്ള കഴിക്കാനും ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കടലക്കറി ചായയും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാറ്റി ഇറങ്ങി നേരെ കല്യാണത്തിന് ഇറങ്ങിയിട്ട് അത് പോകുന്ന വഴിക്ക് ചുമ്മാ എടുത്തതാട്ടെ. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി, അതുകൊണ്ട് എടുത്തതാട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിലൊന്നും ആളില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മോന് കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ഡെക്കറേഷനും അതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാം നല്ല തിരക്കായിരുന്നു കേട്ടോ കല്യാണത്തിന്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇക്കാനെ പഠിപ്പിച്ച ഉസ്താദിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഇക്കാനെ പഠിപ്പിച്ച ഉസ്താദുമാരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചില്ല. കാരണം തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പെണ്ണ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര തിരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതുപോലെ ചാനൽ സബ്സ്ക്രൈബ്